സംസ്ഥാനത്തെ 30 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF നേടിയ മുന്നേറ്റം കുപ്രചരണങ്ങൾ കൊണ്ടും നുണവാർത്തകൾ കൊണ്ടും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നവർക്കുള്ള തിരിച്ചടിയായി. ഏത് വിധത്തിലും ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ വലിയ തോതിലുള്ള ദുഷ്പ്രചരണങ്ങളാണ് UDFും BJPയും വലതുപക്ഷ മാധ്യമങ്ങളുമാകെ അഴിച്ചുവിട്ടത്. എന്നാൽ ജനം അതൊന്നും മുഖവിലക്കെടുത്തില്ല. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 30-ൽ 17 സീറ്റിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 12 സീറ്റുകളിലാണ് UDF വിജയം. തിരുവനന്തപുരം പാങ്ങോട് പുലിപ്പാറയിൽ UDF സീറ്റിൽ SDPI വിജയിച്ചു. ഇവിടെ UDF മൂന്നാമതായി. UDFിന്റെ വോട്ടും ഗണ്യമായി കുറഞ്ഞു. എറണാകുളം പൈങ്ങോട്ടൂർ പനങ്കര വാർഡ് UDFിൽ നിന്നും പിടിച്ചെടുത്തതോടെ പഞ്ചായത്ത് ഭരണവും LDF നേടി. LDFിന്റെ അമൽരാജ് UDFിലെ ബിജിയെ 166 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെയും മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടിന്റെയും നാടാണ് പൈങ്ങോട്ടൂർ. ജന്മനാട്ടിൽ LDF നേടിയ വൻ വിജയം ഇരു നേതാക്കൾക്കും തിരിച്ചടിയായി. LDF ഭരണത്തിനെതിരെ അപവാദവുമായി നടക്കുന്ന ഇരുവരെയും സ്വന്തം നാട്ടിലെ ജനത പോലും വകവെച്ചില്ലെന്നതാണ് അമൽരാജിന്റെ ഗംഭീര വിജയം സൂചിപ്പിക്കുന്നത്.